ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മൈദയും മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിങ്സ് ഒക്കെ വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു സ്നാക്ക് ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. നോമ്പിൻ്റെ സമയത്ത് ഈവനിങ്ങിന് നമ്മളെപ്പോഴും സ്നാക്കൊക്കെ തയ്യാറാക്കുന്നതാണ്. അപ്പോൾ ഇതുപോലൊരു സ്നാക്ക് തയ്യാറാക്കി നോക്കുക കേട്ടോ. നല്ല സ്പൈസി ആയിട്ടുള്ള ഫില്ലിങ്സ് ഒക്കെ വെച്ചിട്ട് തയ്യാറാക്കിയ ഒരു സ്നാക്ക് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഫില്ലിങ്സ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം അതിലേക്ക് 1.5 ടീസ്പൂണോളം ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഓയിൽ നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് സവാള മുറിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. മീഡിയം സൈസിലുള്ള 2 സവാളയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. അതായത് കൊത്തി എരിഞ്ഞ രീതിയിൽ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അതായത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് വാടി കിട്ടണം. ഇതിലേക്ക് ഞാനിനി 2 തണ്ട് കറിവേപ്പിലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കറിവേപ്പില ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോഴേ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു സവാള പെട്ടെന്ന് തന്നെ ഒന്ന് വാടി കിട്ടും ചെയ്യും. ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റോളം വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോഴേ നല്ല രീതിയിലൊന്ന് വാടിയിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഒരുപാട് സമയത്ത് വഴറ്റിയിട്ട് നമ്മളിതിൻ്റെ ആ ഒരു കളറൊന്നും മാറിക്കിട്ടേണ്ട ആവശ്യമില്ല കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിലൊന്ന് വാടിയിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടിയാൽ മാത്രം മതി. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് കേട്ടോ ഞാനിവിടെ ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വാടി സവാളയൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ വളരെ ചെറിയൊരു കഷ്ണം മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. വെളുത്തുള്ളി ഒരു 5 എണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം നല്ല രീതിയിൽ തന്നെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. എരിവില്ലാത്ത മുളക് പൊടിയൊക്കെ ആണെങ്കിൽ 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലയും 1 ടീസ്പൂണോളം ചിക്കൻ മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. മുളക് പൊടി ഒഴിവാക്കിയിട്ട് പച്ചമുളക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അത്യാവശ്യം സ്പൈസി ആയിട്ട് കഴിക്കേണ്ട ഒരു സ്നാക്കാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുരുമുളക് പൊടിയൊക്കെ അത്യാവശ്യം ചേർത്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ല കേട്ടോ. കുട്ടികളൊക്കെ കഴിക്കാനുണ്ടെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ ഒഴിവാക്കാവുന്നതാണ്. ഇനി ഇത് അത്യാവശ്യം നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം കേട്ടോ. ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഏറ്റവും ലോ ഫ്ലെയിമിൽ 2 മിനിറ്റോളം വഴറ്റിയെടുക്കണം. അപ്പോഴേ ഈ ഒരു മസാലപ്പൊടികളൊക്കെ നല്ലപോലെ ഒന്ന് ആ പച്ചമണം മാറിയിട്ട് നല്ല രീതിയിലൊന്ന് മൂത്ത് വരുള്ളൂ. ഈ ഒരു സമയത്ത് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഈ ഒരു സ്നാക്കിന്. ഏകദേശം ഇതിൻ്റെ ആ ഒരു പച്ചമണക്കം മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്തതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതായത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും പാടെ ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചിക്കന് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ചിക്കൻ ഒരുപാട് ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു ഫില്ലിങ്സിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ചിക്കൻ ഇല്ലെങ്കിൽ മുട്ട ഗ്രേറ്റ് ചെയ്തിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. അതല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് പൊടിച്ചിട്ട് അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. ചിക്കന് പകരം നിങ്ങൾക്ക് ബീഫ് വേണമെങ്കിൽ അങ്ങനെയാണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഈ ഒരു മസാലയിൽ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെക്കുക. ഇപ്പോൾ അതാ നമ്മൾ അടച്ചു വെച്ചിട്ട് 2 മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു ചിക്കനിൽ ഈ ഒരു മസാലയൊക്കെ നല്ലപോലെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം ഡ്രൈ ആയിട്ടുള്ള ഒരു ഫില്ലിങ്സ് ആണ്. അപ്പോൾ ഇതേ രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമ്മുടെ സ്നാക്കിനുള്ള ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്കൊരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര വലുപ്പത്തിലാണോ സ്നാക്ക് വേണ്ടത് അതിനനുസരിച്ച് മുട്ടയുടെ അളവ് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ.
ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് അരക്കപ്പ് പാലാണ്. അപ്പോൾ നമ്മളിത് തിളപ്പിച്ച പാലൊന്നുമല്ല കേട്ടോ, സാധാ പാൽ തന്നെയാണ് അരക്കപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പോളം മൈദപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ബാറ്റർ തയ്യാറാക്കുന്നില്ല. ജസ്റ്റ് ഒരു ലെയർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഞാനൊരു 1/4 കപ്പ് മാത്രം കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടെ കട്ടിയായിട്ട് ബാറ്റർ തയ്യാറാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അരക്കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഇത് മിക്സിയിൽ അടിച്ചെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ പെട്ടെന്ന് തെറിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ അതാ ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ മിക്സിയിൽ നമ്മളൊന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്നാക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ സ്നാക്ക് തയ്യാറാക്കി എടുക്കുന്നത് ഇതുപോലൊരു പാത്രത്തിലാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സോസ് പാൻ ഉണ്ടെങ്കിൽ അതിൽ ഉണ്ടാക്കിയെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഈ ഒരു പാന് നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു പീസ് ബട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബട്ടർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിലിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ബട്ടറിലൊക്കെ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് നമ്മുടെ സ്നാക്കിന് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ. അപ്പോൾ ബട്ടറൊക്കെ നല്ലപോലെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ബാറ്ററിൻ്റെ ഒരു 1/4 ഭാഗം മാത്രം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതായത് അടിയിലൊരു ഫിനിഷിംഗ് ആയിട്ടൊരു ലെയർ കിട്ടാൻ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ബാറ്ററി ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1/4 ഭാഗം മാത്രം കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ബാറ്ററി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെക്കുക കേട്ടോ. ഒരു 20 സെക്കൻഡോളം ഒന്ന് അടച്ച് വെക്കുക. ഇതൊന്ന് സെറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല രീതിയിൽ സെറ്റായതിൻ്റെ ശേഷം നമുക്ക് ഫില്ലിങ്സൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ 20 സെക്കൻഡ് ഒന്ന് അടച്ച് വെക്കുന്നത്. അപ്പോൾ അതാ 20 സെക്കൻഡ് ആയിട്ടുണ്ട്. ഇതൊന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഫില്ലിങ്സ് ഇതുപോലെ കൈകൊണ്ട് തന്നെ കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. എല്ലാ വശത്തും ഒരേ രീതിയിൽ ഇട്ട് കൊടുക്കാം. ഈ ഒരു ഫില്ലിങ്സ് നല്ല രീതിയിൽ വേണം കേട്ടോ. അപ്പോഴേ ഉള്ളൂ ഈ ഒരു സ്നാക്ക് കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇഫ്താറിൻ്റെ സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. ഇപ്പോൾ ഫില്ലിങ്സ് മുഴുവനായിട്ട് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടെ മല്ലിയില ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയിലൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുക്കുക. ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. 1-2 ടീസ്പൂൺ മാത്രം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു സ്നാക്കിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ ഫില്ലിങ്സിൻ്റെ ഇടയിലോട്ട് ഇറങ്ങി പോകും കേട്ടോ ഈ ഒരു മിക്സ്. നമ്മൾ ദോശമാവിൻ്റെ രീതിയിലാണ് ബാറ്റർ തയ്യാറാക്കിക്കണമെങ്കിൽ അത് ഫില്ലിങ്സിൻ്റെ ഇടയിലൊന്നും ഇറങ്ങി പോകില്ല, മുകളിലൊന്ന് കവർ ചെയ്തിട്ട് ഇരിക്കുകയേ ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഒരു മുട്ടയുടെ മിക്സ് ഫില്ലിങ്സിൻ്റെ ഇടയിലൊക്കെ ഒന്ന് ഇറങ്ങി ചെന്ന് നല്ല സെറ്റായിട്ട് ഒന്ന് കുക്കായിട്ട് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ അത് മുഴുവനായിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ അത് സ്പൂൺ വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അടച്ച് വെക്കുന്ന സമയത്ത് ഇതിൻ്റെ ആ ഒരു അടപ്പിൽ ചെറിയൊരു ഹോൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് കടലാസ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മൂടി കൊടുക്കട്ടോ. അപ്പോൾ മുകൾ വശം താഴ്വശം ഒരേ രീതിയിൽ നമുക്ക് കുക്കായിട്ട് കിട്ടും. ഇനി നമ്മൾ ഇത് കുക്ക് ചെയ്തെടുക്കുന്നത് ഒരു പഴയൊരു ദോശത്തവ വെച്ച് കൊടുക്കുക. നല്ല രീതിയിൽ ചൂടായതിന് ശേഷം അതിന് മുകളിലേക്ക് വേണ്ടത് വെച്ച് കൊടുക്കാൻ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഡയറക്റ്റായിട്ട് ഫ്ലെയിമിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കുക്കാകുന്ന സമയം കൊണ്ട് അടിവശം കരിഞ്ഞു പോകും. ഏറ്റവും ലോ ഫ്ലെയിമിൽ 10 മിനിറ്റോളം ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. ഒരു സൈഡ് നല്ലപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റിയിട്ട് ഇതുപോലെ ഒരു ദോശത്തവ വെച്ച് കൊടുക്കുക. അതിലേക്ക് കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അതിൻ്റെ മുകൾ വശം ഒന്ന് ലെവൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്, അതായത് ജസ്റ്റ് ഒന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ സ്നാക്ക് ഇപ്പോൾ തന്നെ കുക്കായിട്ടുണ്ട്. അപ്പോൾ മുകൾ വശം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രിസ്പി ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു പാത്രത്തിൽ നിന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ 10 മിനിറ്റോളം വേവിച്ചെടുത്തിട്ടും ഇതിൻ്റെ ആ ഒരു അടിവശം ഒട്ടും കരിഞ്ഞിട്ടില്ല കേട്ടോ. നമ്മൾ പാലൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കി എടുത്തുകൊണ്ട് തന്നെ പുറം വശമൊക്കെ കാണാൻ നല്ലൊരു ഗ്ലേസിങ്ങോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു ദോശപ്പാനിലേക്ക് വെച്ച് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ 1 മിനിറ്റ് മാത്രം കേട്ടോ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മുട്ടയും മൈദയൊക്കെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. ഇതേ രീതിയിൽ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒരു തവണ ചെയ്ത് നോക്കുക. എന്തായാലും നമ്മൾ ഇഫ്താറിന് ഓരോ സ്നാക്കൊക്കെ തയ്യാറാക്കി എടുക്കുന്നതാണ്. അപ്പോൾ ഒരു ദിവസം ഇതുപോലെ തയ്യാറാക്കി നോക്കട്ടെ. വളരെ സിമ്പിളാണ്. നമ്മളിതിൽ കുറച്ചധികം തന്നെ ഫില്ലിങ്സൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പീസ് മാത്രം മതി കേട്ടോ ഇഫ്താറിൻ്റെ സമയത്തൊക്കെ കഴിക്കാൻ. പെട്ടെന്ന് തന്നെ വയറൊക്കെ നിറയും.
അപ്പോൾ ഇതേ രീതിയിൽ സ്നാക്ക് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒരു തവണ നിങ്ങൾ തയ്യാറാക്കി നോക്കേണ്ടത് തന്നെയാണ്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.